ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. കറികളൊക്കെ വെക്കുന്നത് പോലെ തന്നെ ഇഷ്ടമാണ് ബേക്കിങ്ങും എനിക്ക്. ഈ മാസം വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് 1-2 ഡിസേർട്ട് റെസിപ്പികളാണ് കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ്. കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത് 2.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ. അത് മെഷർ ചെയ്യുന്നതിനുള്ള ശരിയായിട്ടുള്ള രീതി ഞാൻ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ അത് നോക്കുക. 1/4 കപ്പ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ, ഇനി ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊക്കോ പൗഡർ കട്ടയില്ലാതെ നമുക്ക് ഫ്ലവറിൽ മിക്സ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയും വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കേണ്ടത്. ഇത് മാറ്റി വെക്കുകയാണ്. അതിന് ആദ്യം ഫുഡ് കളറിംഗ് മിക്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് 1 കപ്പ് സവർ ക്രീം, 1 ഔൺസ് ചുമല ഫുഡ് കളറിംഗ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫുഡ് കളറിംഗ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കണം. ഇനി ഇത് മാറ്റിവെക്കുകയാണ്. ഇനിയും വെറ്റ് ഇൻഗ്രീഡിയൻസിന് എടുത്തിരിക്കുന്നത് 2 അൺസോൾട്ടഡ് റൂം ടെമ്പറേച്ചർ ബട്ടർ, ബട്ടർ നല്ല സ്മൂത്ത് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് ലൈറ്റ് ബ്രൗൺ ഷുഗർ ആണ് ചേർക്കുന്നത്. ബ്രൗൺ ഷുഗർ അളർന്നെടുക്കുമ്പോൾ ഇതുപോലെ പാക്ക് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ബട്ടറും ബ്രൗൺ ഷുഗറും കൂടി നല്ല സ്മൂത്ത് ആയിട്ട് അടിക്കണം. ഞാനിതൊരു 3 മിനിറ്റോളം മിക്സ് ചെയ്തിട്ടുണ്ട്. 3 മുട്ടയാണ് ഇതിന് ചേർക്കേണ്ടത്. അത് ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മുട്ട ചേർത്തതിന് ശേഷം പകുതി പൊടി ഇട്ട് കൊടുത്ത് അടിക്കണം. ഇനിയും ഇതിന്റെ സൈഡെല്ലാം സ്ക്രേപ്പ് ചെയ്ത് ഇതിലേക്ക് ഫുഡ് കളറിംഗ് ചേർത്ത് അടിച്ചെടുക്കണം. ഇനിയും ബാക്കി ഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയും ഇതിലേക്ക് 2 ടീസ്പൂൺ വനില എക്സ്ട്രാക്ട് ചേർത്ത് മിക്സ് ചെയ്യുക. ഈ കേക്കിന് വേണ്ടത് 13/9/2 ഇഞ്ച് പാനാണ്. ഇത് നന്നായിട്ട് ബട്ടർ തേച്ച് ഫ്ലവറും ഡസ്റ്റ് ചെയ്ത് എടുക്കണം. ഒന്ന് 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് 350 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യുക. കേക്ക് ബേക്ക് ചെയ്യുന്നതിന് 35 മിനിറ്റ് ആണ് എടുത്തത്. കേക്ക് പുറത്തെടുത്തതിന് ശേഷം പാനിൽ തന്നെ ഇരുന്ന് 10 മിനിറ്റ് തണുക്കണം. ഈ കേക്ക് നന്നായിട്ട് തണുത്തു. ഞാൻ അതിന്റെ എഡ്ജസ് ട്രിം ചെയ്ത് മാറ്റിയിട്ടുണ്ട്.
1.5 ഇഞ്ചായിട്ടുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഞാൻ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ പോവുകയാണ്. കേക്ക് 1.5 ഇഞ്ചുള്ള പീസസ് ആക്കി മുറിച്ചെടുത്തു. ഇനി അത് മാറ്റി വയ്ക്കുകയാണ്. ഇനിയും കേക്കിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കുകയാണ്. അതിന് ക്രീം ചീസും ഹെവി ക്രീമും ബട്ടറുമാണ് വേണ്ടത്. ക്രീം ചീസിന് പകരം ഞാൻ എടുത്തിരിക്കുന്നത് ന്യൂഷട്ടൽ ചീസാണ്. ഇത് ക്രീം ചീസ് പോലെ തന്നെ ഉള്ളതാണ്. പക്ഷേ ഇതിന് ക്രീമിനെസ് കൂടുതലും ഉണ്ട്, അതുപോലെ ഫാറ്റ് കണ്ടന്റ് വളരെ കുറവുമാണ്. 1/2 സ്റ്റിക്ക് ബട്ടർ, 1.5 കപ്പ് ഹെവി ക്രീം, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം, നല്ല സ്മൂത്ത് ആകുന്നത് വരെ. ഇനി ഇതിലേക്ക് 2 കപ്പ് പൗഡർഡ് ഷുഗർ, ഇത് ഞാൻ അരിച്ചെടുത്തതാണ്. 1/2 കപ്പ് സവർ ക്രീം. സവർ ക്രീമിന് പകരം ഗ്രീക്ക് യോഗർട്ട് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള വെള്ളമയമില്ലാത്തുള്ള യോഗർട്ട്, പുളിപ്പില്ലാത്തതും ചേർക്കാം. ഇനി 1/2 കപ്പ് പാല്. ലാസ്റ്റിൽ 1/2 ടീസ്പൂൺ വനില എക്സ്ട്രാക്ട്. ഇത്രയും ചേർത്ത് ലോ സ്പീഡിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഫില്ലിംഗ് സ്മൂത്തായി മിക്സ് ചെയ്തു. ഇനിയും ഈ ട്രൈഫിൾ ഡിഷിൽ കേക്കിൻ്റെ 1/3 ആദ്യത്തെ ലെയറായിട്ട് അടുക്കുകയാണ്. ഇതുപോലെ ട്രൈഫിൾ ഡിഷ് ഇല്ലെന്ന് വരികിൽ വലിയൊരു ബോൾ എടുത്താലും മതി. ഇതിൽ 12 കേക്ക് പീസസ് ഉണ്ട്. ഇനിയും ഇതിലേക്ക് ഫില്ലിങ്ങിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കണം. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് 1/3 കേക്ക് പീസസും കൂടി എടുക്കണം. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ഫില്ലിങ്ങും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനിയും ബാക്കി കേക്ക് പീസസ് ഇതിൻ്റെ മുകളിൽ എടുക്കുക. ഈ കേക്കിൻ്റെ മുകളിൽ ഒരു ലെയർ ടോപ്പിങ്ങും കൂടെ ഉണ്ട്. പക്ഷെ ഞാനതിപ്പോൾ തന്നെ അങ്ങ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കുകയാണെന്ന് വരികിൽ ഇത്രയും ഉണ്ടാക്കിയതിൻ്റെ ശേഷം പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് കവർ ചെയ്ത് റെഫ്രിജറേറ്ററിൽ വെക്കുക. സെർവ് ചെയ്യുന്ന സമയത്ത് ടോപ്പിംഗ് ഉണ്ടാക്കി സെർവ് ചെയ്യുക. ഇനിയും വിപ്പ് ക്രീം ടോപ്പിംഗ് കേക്കിനുണ്ടാക്കുകയാണ്. 3/4 കപ്പ് ഹെവി ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നല്ലതുപോലെ തണുത്തതായിരിക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗറാണ് ഇടുന്നത്. മിക്സ് ചെയ്യാൻ തുടങ്ങേണ്ടത് ലോ സ്പീഡിലാണ്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം. വിപ്പ് ക്രീം വളരെ ജെന്റിലായിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. കേക്ക് ലെയർ ചെയ്യുന്നതിന് മുൻപ് ഒരു ചെറിയ പീസ് കേക്ക് സേവ് ചെയ്യണം, അതിൻ്റെ മുകളിൽ ക്രംബിളായിട്ട് വിതറാനായിട്ട്.